അസ്സലാമു അലൈക്കും. സൈറ കുട്ടികളുമായി സംസാരിച്ചിരിക്കുന്നിടത്തേക്കാണ് ഗൗതം ചെന്നത്. ഋതു അവളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. സൈറ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് അവർക്കരികിൽ ഇരിക്കുന്നു. ഗൗതമിനെ കണ്ടതും ഋതു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ്. റോഷനെങ്കിൽ എവിടെ അച്ഛേ? അവൻ മുകളിലുണ്ട്. സൈറ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് ഗൗതം സ്റ്റെയറിന് നേരെ പോയി. സൈറ എഴുന്നേറ്റു. ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിന് പിറകെ കോണിപ്പടികൾ കയറി. ഋതുവിൻ്റെ അച്ഛൻ ആദ്യമായാണ് തൻ്റെ പേര് വിളിക്കുന്നതെന്നോർത്തുകൊണ്ടാണ് അവൾ അയാളെ അനുഗമിച്ചത്. മുകളിലെ ഹാളിലേക്ക് പ്രവേശിച്ചതും ഗൗതം അവളെ കാത്തുനിന്നു. വരൂ എന്ന് പറഞ്ഞ് റോഷനരികിലേക്ക് അവളെ കൊണ്ടുപോയി. ഷേറിനരികിൽ ഇരിക്കുന്ന റോഷനരികിൽ എത്തിയതും റോഷൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ സംസാരിക്കൂട്ടോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഗൗതം മുറിവിട്ട് പോയി. സൈറ ആകെയൊന്ന് പരിഭ്രമിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ റോഷനെ നേരെ ചിരിയോടെ നോക്കി. വാ ഇരിക്ക്, റോഷൻ അടുത്തുള്ള ചെയർ കാണിച്ച് പറഞ്ഞു. സൈറ ഇരുന്നു. ഇരുവരും ഒന്നും സംസാരിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം റോഷൻ തന്നെ സംസാരിച്ചു തുടങ്ങി. സൈറ, സുഖമാണോ നിനക്ക്? ആ അതെ, അൽഹംദുലില്ലാ സുഖം. പിന്നെയും ഇരുവർക്കും ഇടയിൽ മൗനം കടന്നു വന്നു. റോഷന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത തരം വെപ്രാളം വന്നു. ആദ്യമായി പ്രണയിക്കുന്ന പോലെ ഒരു തരം വിറയൽ പോലെ തോന്നി അവന്. ഇത്ര പ്രണയമുണ്ടായാലും ഓരോന്നും പുതിയതാണല്ലോ. ആദ്യമായി പ്രണയിക്കുന്ന പോലെയുള്ള അനുഭവം ഓരോ പ്രണയവും. മെഹ്റയെ പ്രണയിച്ചിരുന്നു, വ്യക്തമായി ഇന്നും പറയാൻ സാധിക്കില്ല. ഇഷ്ടമായിരുന്നു, പ്രണയം തോന്നിയോ അറിയില്ല എന്നേ റോഷൻ പറയൂ. പക്ഷേ ഇപ്പോൾ ആദ്യമായി പ്രണയിക്കുന്ന അതേ അനുഭവത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. സൈറയെ കാണുന്ന നിമിഷം നെഞ്ചിലാകെ പിടപ്പാണ്. സൈറയുടെ മനം റോഷൻ ശ്രദ്ധിച്ചു. അവൾ തന്നെ ഇഷ്ടമല്ലെന്ന് ഒരു തോന്നൽ അവനുണ്ടായി. അതാകുമോ അവൾ മിണ്ടാത്തത് എന്നൊക്കെ അവൻ ആലോചിച്ചു കൂട്ടി. അതേസമയം സൈറയുടെ മനസ്സിൽ ഒരു വടംവലി നടക്കുകയായിരുന്നു. റോഷനോട് ഇതുവരെയും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൻ കണ്ടപ്പോൾ പരിചയം പുതുക്കി. ഒരുപാട് സംസാരിച്ചു. ദാ ഇപ്പോൾ തൊട്ടടുത്ത് സംസാരിച്ചു തുടങ്ങാൻ പോകുന്നു. ഒരു മറുപടിയും കൊടുക്കാതെ അവനെ ചുറ്റിക്കുകയാണോ എന്ന് തോന്നുമോ എന്നായിരുന്നു അവളുടെ ആലോചന. സൈറ, ആത്മാവ് തൊടുന്ന അതേ ശബ്ദം വീണ്ടും. സൈറ റോഷനെ തന്നെ നോക്കിയിരുന്നു. സൈറ, വീണ്ടും അതേ ശബ്ദം. നെഞ്ചിടിപ്പോടെ അവൾ അവനെ നോക്കി. നമ്മൾ അന്ന് കണ്ട് പിരിഞ്ഞതിന് ശേഷം നീ എന്നെ ഓർത്തിരുന്നു സൈറ? അങ്ങനെ ചോദിക്കാനാണ് അവന് തോന്നിയത്. ആ, ഞാൻ ഓർത്തിരുന്നു. പതിഞ്ഞ ശബ്ദത്തിലാണ് അവളുടെ മറുപടി വന്നത്. റോഷൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി. ശരിക്കും? സത്യം പറ, വിശ്വാസം വരാതെ അവൻ ചോദിച്ചു. പിന്നീട് ഞാൻ മറന്നു, സത്യസന്ധമായി സൈറ മറുപടി പറഞ്ഞു. റോഷൻ സന്തോഷം കൊണ്ട് ആകെ എന്താ പറയേണ്ടത് എന്നറിയില്ല. ഫർഹാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ സൈറ ഓർക്കുക പോലുമില്ലെന്ന് കരുതിയതാണ്. പക്ഷേ അവൾ ഓർത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കൂവിയാർക്കാനാണ് അവന് തോന്നിയത്. സന്തോഷം കൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ടാണ് പിന്നീട് അവൻ സംസാരിച്ചത്. റോഷൻ അപ്രതീക്ഷിതമായി കയ്യിൽ പിടിച്ചപ്പോൾ അവൾ കൈയെടുക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈകളിൽ അവളുടെ കൈ സുരക്ഷിതമായി ഒതുങ്ങി നിന്നു. സൈറ, ഐ ലവ് യു. അവളുടെ കൈകളിൽ ചുണ്ടു ചേർത്താണ് അവൻ പറഞ്ഞത്. സൈറ കൈ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് എഴുന്നേറ്റു. സൈറ, റോഷൻ അവളെ പേരെടുത്ത് വിളിക്കുമ്പോൾ അവളാകെ തളർന്നു പോകും. ആ ശബ്ദത്തിൻ്റെ സാമീപ്യം എപ്പോഴും കൂടെ വേണമെന്ന് തോന്നും. എങ്കിലും ഇപ്പോൾ റോഷൻ്റെ പ്രവൃത്തി അവളെ ആകെ ഉലച്ചു കളഞ്ഞു. ദേഷ്യമോ സങ്കടമോ എന്നറിയാത്തൊരു വികാരത്താൽ അവൾ നിന്നുരുകി. സൈറ, ഐ ആം സോറി. നീ എന്നെ ഓർത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ചെയ്തു പോയതാണ്. നമ്മൾ കണ്ടുപിരിഞ്ഞത് നിമിഷം നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല, സത്യം. അതുകൊണ്ടാണ്. ഐ ആം സോറി. നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതിയതല്ലടാ, സോറി. സൈറ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. സൈറ, റോഷൻ വേദനയോടെ വിളിച്ചു. റോഷൻ്റെ ശബ്ദം പോലും അവൾ കേൾക്കാത്തതുപോലെയായിരുന്നു നിന്നത്. തൻ്റെ വിവേകമില്ലാത്ത പ്രവൃത്തി അവളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ അവനെ നിമിഷം മതിയായിരുന്നു. സൈറ, പ്ലീസ് എന്നോട് ദേഷ്യപ്പെടുകയെങ്കിലും ചെയ്യൂ. സൈറ കണ്ണുകൾ അടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്ത് മുഖം പ്രസന്നം വെക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടു. എങ്കിലും ഒരു പുഞ്ചിരി മുഖത്ത് ഒരുത്തി അവൾ റോഷന് നേരെ തിരിഞ്ഞു. റോഷനെ ഞാൻ ഓർത്തിരുന്നു എന്നത് സത്യമാണ്. അതിനർത്ഥം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു എന്നൊന്നുമല്ല. മനസ്സിൽ എവിടെയോ ഒരിടത്ത് നിങ്ങളോട് ഒരു അടുപ്പം തോന്നി. അതിപ്പോഴുമുണ്ട്. അതുകൊണ്ടാണിപ്പോൾ സംസാരിക്കുന്നത് പോലും. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. എനിക്ക് കുറച്ച് സമയം വേണം. ഇപ്പോഴും പാസ്റ്റിൽ സംഭവിച്ച പോയതിൽ നിന്ന് കരകയറി വരാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. സൈറ, ലോകത്ത് ആർക്കെല്ലാം നിന്നെ മനസ്സിലായില്ലെങ്കിലും
എനിക്ക് നിന്നെ മനസ്സിലാവും. പെട്ടെന്നുള്ള സന്തോഷത്തിൽ ചെയ്തു പോയതാണ്. തനിക്ക് അത് ക്ഷമിക്കാൻ പറ്റില്ലേ? ക്ഷമയും ക്ഷമിക്കായ്മയും ഒന്നുമില്ല റോഷൻ. കൂടെ നിൽക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് സാധിച്ചാൽ ആ ബന്ധം എത്ര മനോഹരമാകുമെന്നറിയുമോ? ഞാൻ റോഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു ബന്ധമാണ്. എന്നെ ഞാനായി മനസ്സിലാക്കുന്ന, എല്ലാ കുറവുകളോടും കൂടി എന്നെ അംഗീകരിക്കുന്ന ഒരു ബന്ധം. റോഷന് അതിന് സാധിക്കുമെങ്കിൽ ഫർഹാനുമായി സംസാരിച്ച് തീരുമാനമെടുക്കാം. സേറ. അവിശ്വസനീയതയോടെ അവൻ അവളെ നോക്കി. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. ഞാൻ മറ്റൊന്നും കരുതില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? റോഷൻ അവൾക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സേറ ഒരടി പിറകിലേക്ക് വെച്ചു. ക്യാൻ ഐ ഹഗ് യു? സേറ ഒന്ന് അമ്പരുന്നുവെങ്കിലും പിന്നീട് അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ചിരിച്ചുപോയി. റോഷൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ക്യാൻ ഐ? അവൾ സമ്മതഭാഗത്തിൽ കൈ ഇരുവശത്തേക്കും നീട്ടിയതും അവൻ അവളെ ഹഗ് ചെയ്തിരുന്നു. റോഷൻ അവളുടെ ചുമലിൽ തല ചേർത്ത് വെച്ച് നിന്നു. അവളെ പതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇരുവരെയും വിളിക്കാനായി വന്ന ഗൗതം ഈ കാഴ്ച കണ്ട് തിരികെ പോയി. എന്തെന്നറിയാത്തൊരു നൊമ്പരം നെഞ്ചിൽ കൂടുകൂട്ടുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. താങ്ക്സ് എന്നെ മനസ്സിലാക്കിയതിന്, റോഷൻ അവളിൽ നിന്നും മാറിക്കൊണ്ട് പറഞ്ഞു. റോഷൻ, എനിക്ക് നിന്നെ മനസ്സിലാവും. നമുക്കിടയിൽ ആത്മാവിൻ്റെ തുടിപ്പുകളാണുള്ളത്. എവിടെയൊക്കെയോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവർ. നമുക്കറിയാം പ്രണയത്തിൻ്റെ ഒരു സമാന്തര രേഖ നമുക്കരികിലൂടെ ഓടുന്നുണ്ടെന്ന്. നമ്മളും അതിനെ സമാന്തരമായി നടക്കുകയാണ്. ഏത് വഴിയിലാണ് പ്രണയത്തിൻ്റെ സമാന്തര രേഖയിലേക്ക് നമ്മുടെ സഞ്ചാരപാത തിരിയുന്നതെന്നും എവിടെ വെച്ചാണ് പിന്നീട് എല്ലാ രേഖകളും നമ്മയും ചുറ്റി തിരിഞ്ഞുകൊണ്ട് പോകുന്നതെന്നും മാത്രം അറിയില്ല. അറിയുമായിരിക്കും, ഇപ്പോൾ അറിയില്ല. സേറ. റോഷൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും ആത്മാവ് തൊടുന്നു. മനസ്സ് ശാന്തമാകുന്നു. എനിക്ക് പോകാൻ സമയമായി. സേറ പോകാനായി ബാൽക്കണിയിലേക്ക് നിന്ന് മുറിയിലേക്ക് കയറി. സേറ. വീണ്ടും അതേ ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. ഫർഹാനെ വിളിച്ച് സംസാരിക്കട്ടെ ഞാൻ? പുഞ്ചിരിയോടെ മൂളിക്കൊണ്ട് അവൾ മുറിവിട്ടിറങ്ങി. റോഷൻ സന്തോഷം കൊണ്ട് ബാൽക്കണിയിൽ തന്നെ തുടർന്നു. ഗൗതമിനോട് ഇക്കാര്യം പറയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഗൗതവും ഋതുവും കൂട്ടുകാരും അച്ചമ്മയും എല്ലാവരും ഹാളിൽ ഉണ്ടായിരുന്നു. സേറ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഋതു വളരെ സന്തോഷത്തിലായിരുന്നു. സേറ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൾ ഇതുവരെ തുറന്നു നോക്കിയില്ല. മിസ് പോയ ശേഷം നോക്കാമെന്ന് കരുതി മാറ്റിവെച്ചതാണ്. ഋതു ഗിഫ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചു. നിറയെ മുത്തുകളുള്ള ചിലങ്ക കണ്ടതും അവൾക്ക് സന്തോഷമടക്കാനായില്ല. അച്ഛേ നോക്ക്, ചിലങ്ക. ഋതു അത് കാലിൽ കിട്ടുന്നതും ചുവട് വയ്ക്കുന്നതും നോക്കി ഗൗതം വരുന്നു. മകളുടെ സന്തോഷം കാണാൻ അയാൾക്ക് സേറയോട് ആദരവ് തോന്നി. ഋതുവിൻ്റെ ഇഷ്ടം അറിഞ്ഞു നൽകിയ ഗിഫ്റ്റ് കണ്ടിട്ട് ഗൗതം റോഷനരിയിലേക്ക് ചെന്നു. റോഷൻ എപ്പോഴും കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഓർമ്മയിൽ കണ്ണടച്ച് ചെയറിൽ കൊടുക്കുകയാണ്. ഡാ കള്ള കാമുക. ഗൗതമിൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണു തുറന്നു. ഗൗതം, അവൾ സമ്മതമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ഗൗതമിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ഡാ ഡാ ഡാ, നീ നിലത്തുന്നല്ലടാ ചെറുക്ക. ഗൗതം അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എത്ര സന്തോഷിക്കുമെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാം. ഫുൾ ചെലവ് എൻ്റെ വക. ഋതുക്കുട്ടിയോട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയി. ഗൗതം റോഷൻ്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു. എപ്പോഴും ഗൗരവം നടിച്ച് നടക്കുന്ന റോഷൻ തന്നെയാണോ ഇത്? കൗമാരക്കാരൻ്റെ പ്രസരിപ്പോടെ ഇറങ്ങിപ്പോയ റോഷനോട് ഗൗതമിൻ്റെ ഉള്ളിൽ ചെറിയൊരു അസൂയ തോന്നി. ഗൗതം ബാൽക്കണിയിലെ ചെയറിലിരുന്നു. കണ്ണുകൾ അടച്ചു. സേറയുടെ മുഖം. തൊട്ടടുത്ത നിമിഷം റോഷൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കൺമുന്നിൽ തെളിഞ്ഞതും കുറ്റബോധത്തോടെ അവൻ എണീറ്റു. സേറ റോഷൻ്റേതാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സേറയും ഡ്രൈവിങ്ങിനിടയ്ക്ക് റോഷനെ ഓർത്തു. കുറച്ചു മുമ്പ് സംഭവിച്ചത് ആലോചിക്ക് ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സേറ. ആത്മാവ് തൊടുന്ന ശബ്ദം ഇപ്പോഴും കാതിൽ വന്നിരിക്കുന്നത് പോലെ. പതിവില്ലാത്തവണ്ണം സന്തോഷവതിയായാണ് സേറ അന്ന് വീട്ടിലേക്ക് എത്തിയത്. റോഷനും സേറയും അവര് പോലും അറിയാതെ പ്രണയത്തിൻ്റെ സമാന്തര രേഖയിൽ നിന്ന് ഒരേ രേഖയിലേക്ക്, പ്രണയത്തിലേക്ക് കൂടുമാറി കഴിഞ്ഞിരുന്നു. ഇരുവരും ആദ്യമായി യഥാർത്ഥ പ്രണയത്തിലേക്ക് വന്നു ചേർന്നു. കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ പിരിഞ്ഞു പോയവർ പുതിയ ജന്മത്തിൽ ആദ്യ വിവാഹവും സങ്കടങ്ങളുടെ കാലവുമൊക്കെ കഴിഞ്ഞ് പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ കൂടിച്ചേരിൽ പുതിയ ജീവിതം ജീവിക്കാൻ പോകുന്നു. സേറ പോയ ശേഷം റോഷൻ ഫർഹാനെ വിളിച്ച് സംസാരിച്ചു. ഇരുവർക്കും സമ്മതമാണെന്നറിഞ്ഞതും ഫർഹാൻ ഏറെ സന്തോഷിച്ചു. സഹോദരിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സഹോദരന് സന്തോഷമാകാതിരിക്കില്ലല്ലോ.
അപ്പോൾ തന്നെ ഉമ്മയെയും ഇഷയെയും വിളിച്ച് സന്തോഷം പങ്കുവച്ചു. സെയ്റ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അവരും ഇഷയുടെ വീട്ടിൽ നിന്ന് തിരികെ വന്നിരുന്നു. സെയ്റ വന്ന് കയറിയതും ഉമ്മ അവളെ ചേർത്ത് പിടിച്ച് കണ്ണു നിറഞ്ഞിട്ട് അവർക്കൊന്നും കാണാനേ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷം. മകൾക്ക് ഒരു ജീവിതം കിട്ടുക എന്നത് അവർ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഫർഹാനും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് അവളെ നോക്കി നിന്നു. ഇരുവരും സന്തോഷവും കണ്ണു നിറക്കലും കണ്ട് റോഷൻ വിളിച്ചു കാണുമെന്ന് അവൾ ഊഹിച്ചു. വീടാകെ സന്തോഷം നിറഞ്ഞു. സെയ്റയും ഏറെ സന്തോഷവതിയായിരുന്നു. ഫർഹാൻ റോഷൻ്റെ വീട്ടുകാരെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. വിവാഹം ആർഭാടമോ വലിയ ചടങ്ങോ ഇല്ലാതെ നടത്താമെന്ന് ഇരു വീട്ടുകാരും തീരുമാനിച്ചു. സെയ്റയുടെ തീരുമാനത്തിനായി കാത്തിരുന്ന ഇരു വീട്ടുകാരും ആഹ്ലാദത്തിലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവാഹ തീയതി തീരുമാനിക്കാമെന്നുറപ്പിച്ചാണ് ഫർഹാൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. ഒരു ദിവസം കൊണ്ട് സംഭവിച്ച തീരുമാനങ്ങൾ. സെയ്റ ഇന്നത്തെ ഒരു ദിവസത്തെ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. താനൊരാളുടെ തീരുമാനം മാത്രമാണ് ഇരു വീട്ടുകാരും കാത്തിരുന്നത് എന്നറിഞ്ഞതും അവൾക്ക് ജാള്യത തോന്നി. തൻ്റെ വാശികൾ അവരെ ബുദ്ധിമുട്ടിച്ച് കാണുമോ എന്ന് അവൾ ഭയന്നു. എത്ര വേഗമാണ് ഒരാളുടെ വാക്കുകൾ ഒരു വീടാകി സന്തോഷം നിറച്ചത് എന്നവൾ നേരിട്ട് അറിയുകയായിരുന്നു. വീട്ടുകാരുടെ സന്തോഷം ഇത്ര നാളും ഇല്ലാതാക്കിയത് താനാണോ? അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ അവൾ കൊരുത്തിക്കിടന്നു. അനാവശ്യമായ വല പോലെയാണ് ഒന്നിനോട് തൊട്ട് അനേകമായി തൊട്ട് കിടക്കും. ആലോചനയോടെ കിടന്ന് കണ്ണടിച്ചുവെങ്കിലും ഉറക്കം വന്നതേയില്ല. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ കൈയെത്തിച്ച് ഫോൺ എടുത്തു. സേവ് ചെയ്യാത്ത നമ്പറാണ്. ആരാകും ഈ നേരത്തെ എന്ന ആലോചനയോടെ അവൾ കോൾ എടുത്തു. സെയ്റ. ഈ ശബ്ദം അവൾക്ക് പ്രിയപ്പെട്ടതാണ്. ആത്മാവ് തൊടുന്ന ശബ്ദത്തിൽ അവളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാളെയുള്ളൂ, റോഷൻ. അവൾ മറുപടിയില്ലാതെ മൗനമായി നിന്നു. സെയ്റ, നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല. ആലോചിച്ചു കൂട്ടിയ ചിന്തകളുടെ ഭാരം അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. എന്തു പറ്റിയടോ? എന്താ ശബ്ദം വല്ലാതായേ? അവളുടെ ശബ്ദത്തിലെ മാറ്റം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഏയ്, ഒന്നുമില്ല, അവൾ പതിയെ പറഞ്ഞു. സെയ്റ. വീണ്ടും അതേ ശബ്ദം. അവളാകെ ഉലഞ്ഞുപോയി. അത്രമേൽ ആഴത്തിൽ അവളെ തൊട്ട ശബ്ദം. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അവൻ ചെറിയൊരു പരിഭവത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. പെട്ടെന്ന് എന്തു പറ്റി തനിക്ക്? ഇന്ന് ഉച്ചക്ക് കണ്ട ആളെയല്ലല്ലോ ഇപ്പോൾ. ഏയ്, ഒന്നുമില്ല. ഈ മറുപടി മാത്രമേ പറയാൻ എനിക്കറിയൂ. ചിരിയോടെയാണ് അവൻ ചോദിച്ചത്. മൗനമായിരുന്നു അവളുടെ മറുപടി. അവളുടെ മൗനം അവനെ പരിഭ്രമിച്ചു. ഇനിയൊരു പക്ഷേ അവൾക്ക് തന്നെ ഇഷ്ടമില്ലെന്നുണ്ടോ? സെയ്റ, എന്താടോ നീ ഒന്നും മിണ്ടാത്തത്? എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവളുടെ ശബ്ദം പതിവില്ലാതെ വിറകൊണ്ടു. അവളുടെ മറുപടി കേട്ടതും അവനിൽ ആശ്വാസം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. സെയ്റയ്ക്ക് വിവാഹത്തിന് സമ്മതമല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വ്യക്തമായി തന്നെ പറയണം. അത് പിന്നെ? ഏത് പിന്നെ? പറയൂ സെയ്റ. എനിക്ക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എനിക്ക് സമ്മതമാണ്, പതിയാണവൾ പറഞ്ഞത്. സെയ്റ. പ്രണയാതുരമായ അവൻ്റെ ശബ്ദം കേട്ടതും ആകെ ഉലഞ്ഞുപോയി. മൗനം കൊണ്ടാണ് അവൾ മറുപടി നൽകിയത്. മറുപടി പറയാൻ പോലും ശക്തിയില്ലാതെ അവൾ ആ ശബ്ദത്തിൽ കുരുങ്ങിപ്പോയിരുന്നു. മറുപുറത്തും മൗനമായിരുന്നു. മൗനം കൊണ്ട് ഇരുവരും പങ്കുവെച്ചത് സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു. ഇരുവർക്കും ഇത് പുതിയ അനുഭവമായിരുന്നു. പ്രണയമില്ലാത്ത രണ്ട് മനുഷ്യരുടെ കൂടെ നിന്ന് വിടുതൽ നേടി പുതിയ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങുന്ന സെയ്റയും റോഷനും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആയിഷാസിൽ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വീടാകെ വിവാഹത്തിൻ്റെ തിരക്കിലേക്ക് വീണു. സെയ്റയും സന്തോഷവതിയായിരുന്നു. സ്കൂൾ ലീവ് കഴിയുന്നത് തലേ ദിവസം വിവാഹം എടുക്കലും മഹർ എടുക്കലും ഒക്കെയായി ഇരു വീട്ടുകാരും ഒരുമിച്ചാണ് പോയത്. റോഷൻ്റെ വീട്ടുകാരും സെയ്റയുടെ വീട്ടുകാരും ഒരുമിച്ച് ആഹ്ലാദത്തോടെ വെഡ്ഡിംഗ് ഡ്രസ്സ് എടുക്കാനായി പോയി. സിമ്പിളായ വസ്ത്രം മതിയെന്ന് സെയ്റ ഇഷയോടും ഫർഹാനോടും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സാരി സെക്ഷനിലേക്കാണ് എല്ലാവരും പോയത്. റോഷൻ്റെ ഉപ്പയും റോഷനും ഫർഹാനും ഈ ബഹളങ്ങളിൽ പെടാതെ മാറിയിരുന്നു. എങ്കിലും റോഷൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് സെയ്റയെ തേടിത്തന്നു. കാഞ്ചീപുരം സിൽക്ക് റെഡും ഗോൾഡൻ കളറും മിക്സായൊരു സാരിയാണ് ഇഷ അവൾക്കായി എടുത്തത്. സെയ്റക്കും അതിഷ്ടമായി. ഫർഹാനും റോഷനും കാണാനായി ഇഷ ആ സാരിയുമായി അവർക്കരികിലേക്ക് നടന്നു. എല്ലാവർക്കും അത് ഇഷ്ടമാവുകയും ചെയ്തു. റോഷൻ്റെ വീട്ടിൽ നിന്നും സിമ്പിൾ പാർട്ടി വെയർ പീച്ച് കളർ സാരി എടുത്തു. അവൾക്ക് ആവശ്യമുള്ള മറ്റു വസ്ത്രങ്ങളും എടുത്തതിന് ശേഷം റോഷന് വൈറ്റ് കളർ കുർത്തയും പൈജാമയും അവൻ്റെ സഹോദരി റിയ സെലക്ട് ചെയ്തു. പിന്നീട് ഇരു വീട്ടുകാർക്കും വേണ്ട ഡ്രസ്സ് എടുത്ത ശേഷം അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡ് കഴിച്ചു. മഹർ റോഷൻ തനിയെ പോയി വാങ്ങാമെന്ന് പറഞ്ഞതിനാൽ ഇരു വീട്ടുകാരും യാത്ര പറഞ്ഞു പിരിഞ്ഞു.
റോഷൻ സൈറയെ തനിച്ചായി കാണാൻ കാത്തിരുന്നു. ഇത് മനസ്സിലാക്കിയ ഇഷ റോഷനും സൈറയ്ക്കും സംസാരിക്കാനായി അവസരം ഒരുക്കിക്കൊടുത്തു. സൈറയുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ അവൾ ഇരുവരെയും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് റോഷൻ തന്നെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതിനാൽ എല്ലാവരും തിരികെ പോയി. തയ്ക്കാനുള്ള ഡ്രസ്സിൻ്റെ അളവ് കൊടുത്ത ശേഷം ഇരുവരും കാറിലേക്ക് കയറി. ഇരുവർക്കുമിടയിൽ മൗനം കൊണ്ടൊരു മറയുണ്ടായിരുന്നു. എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് അറിയാതെ ഇരുവരും മൗനം പാലിച്ചു. ഇത്രയും നാളും ഇല്ലാത്ത പരിഭ്രമം വിറയലും രണ്ടുപേരെയും പിടികൂടി. സൈറ പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നു. റോഷൻ ഇടയ്ക്കിടയ്ക്ക് അവളെയും നോക്കും, പിന്നെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. അവസാനം അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി. സൈറ. പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചകളിൽ മുഴുകിപ്പോയ സൈറ അവൻ്റെ ശബ്ദം കേട്ടതും അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്താടോ തനിക്ക് ഇത്ര ആലോചന? അവളെ നോക്കി പുഞ്ചിരിയോടെയാണോ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല. സൈറയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സൈറ അവനെ തന്നെ നോക്കി ശേഷം പുഞ്ചിരിച്ചു. പിന്നെ സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞു പോയതൊക്കെയും ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട്. ഒരു മാറ്റം ഒരു പക്ഷേ എനിക്ക് സാധിച്ചില്ലെങ്കിൽ. ബാക്കി കൂടെ പറയോ? ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. റോഷൻ അത് ബുദ്ധിമുട്ടാകുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയതുപോലെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇപ്പോഴും വിട്ടുപോകാത്ത ഭയപ്പെടുത്തുന്ന ഭൂതകാലം ഉണ്ടെന്നും അതിൻ്റെ ട്രോമയിലാണ് ഇപ്പോഴെന്നും അവനോട് പറയണമെന്നും കുറേ ദിവസമായി കരുതുന്നതാണ്. അവസാനം പറഞ്ഞപ്പോൾ നിസ്സാരമായി കണ്ടു. അവൾക്കൊരു നെഞ്ചിലൊരു വിങ്ങൽ വന്നു. തൻ്റെ തിരഞ്ഞെടുപ്പ് പിന്നെയും ഇനി വയ്യ. സങ്കടം റോഷൻ അറിയാതിരിക്കാൻ അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. റോഷൻ അവളുടെ മാറ്റം കാണുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞത് അവൾക്ക് ഫീലായി എന്ന് മനസ്സിലായതും അവന് നെഞ്ചിലൊരു വിങ്ങൽ വന്നു. കുറച്ച് ദിവസമായി അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയിരുന്നു. ഇതാവും പറയാനുണ്ടാവുക എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അത് ശരിയാവുകയും ചെയ്തു. അതത്ര സീരിയസ് അല്ല എന്ന തോന്നൽ അവൾക്കുണ്ടാകട്ടെ എന്ന് കരുതയുള്ളൂ. പക്ഷേ അവൾക്കത് ഫീലായി. അവൻ കാർ റോഡിനോടും ചേർത്ത് പാർക്ക് ചെയ്തു. സൈറ ഇതൊന്നും അറിയാതെ ചിന്തയിലാണ്. അവൻ്റെ കൈ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ നെട്ടലോടെ അവനെ നോക്കി. നിറഞ്ഞ അവളുടെ കണ്ണുകൾ കണ്ടതും അവനും സങ്കടം വന്നു. തൻ്റെ വാക്ക് അവളെ ഇത്രയധികം വേദനിപ്പിച്ചല്ലോ എന്നായിരുന്നു അവൻ്റെ ആദി. സൈറ. അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഇതുപോലൊരു മറ്റൊരു രീതിയിൽ അനുഭവിച്ച ആളാണ്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവളുടെ വിരലുകൾ കോർത്താണ് അവനത് പറഞ്ഞത്. അവളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. കണ്ണിലുറിയ കണ്ണുനീർ കവിളിലേക്ക് പടർന്നു. റോഷൻ കൈയെത്തിച്ചു അത് തുടച്ചു. സൈറ. ആത്മാവ് കൊണ്ടവൻ വിളിച്ചു. അവൾ അവനെ തന്നെ നോക്കി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. അത് സങ്കടമായാലും ദേഷ്യമായാലും സന്തോഷമായാലും. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. എൻ്റെ ശരികൾ ചിലപ്പോൾ സൈറയുടെ കണ്ണിൽ തെറ്റായിരിക്കാം, നേരെ തിരിച്ചുമാകാം. എങ്ങനെ ആയാലും പരസ്പരമുള്ള തുറന്നു പറച്ചിൽ കൊണ്ടേ നല്ലൊരു ജീവിതം സാധ്യമാകൂ. അനുഭവം കൊണ്ട് പറയുന്നതാണെന്ന് കരുതിക്കോളൂ. സൈറ എനിക്ക് നല്ലൊരു സുഹൃത്താകണം. അതിനുശേഷമേ മറ്റു ബന്ധങ്ങൾ പോലും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗഹൃദം പാടില്ലെന്നും ഒരിക്കലും നടപ്പാവില്ലെന്നും പലരും പറഞ്ഞു. നല്ല സൗഹൃദമുള്ളിടത്തെ നല്ല ബന്ധങ്ങളുണ്ടാവൂ എന്ന കാഴ്ചപ്പാടാണ് എനിക്ക്. സൈറ അവനെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. തൊട്ടു മുൻപ് അവനെ സംശയിച്ചതിൽ അവൾക്ക് ഖേദം തോന്നി. സൈറ ഒന്നും പറഞ്ഞില്ല. തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. റോഷനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു താനെന്ന് അറിഞ്ഞതും ചിരിയോടെ തല വെട്ടിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും അതേ ആഗ്രഹിക്കുന്നുള്ളൂ റോഷ. എന്നെ ഞാനായി മനസ്സിലാക്കണം. സൈറ. റോഷൻ അവളെ ചേർത്ത് പിടിക്കാൻ തോന്നി. ആഗ്രഹം മനസ്സിലടക്കി. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്തു. ഇരുവരെയും നിശ്ചിത അകലത്തിൽ പിന്തുടർന്നു വന്ന ബ്ലാക്ക് കളർ ഡിസയർ കാർ ഇരുവരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.